single day. I'm gonna make something great. ഹലോ ഹായ് നമസ്കാരം. അറബിക് കിച്ചന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അറബിക് ഫിഷ് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് അറബിക്കിന്റെ ഫിഷ് കറി എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെ ഏകദേശം വരും. ഒരു ഫിഷ് മോളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് അതിനുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നാളികേരത്തിന്റെ പാലൊക്കെ ചേർത്ത് മസാല വളരെ കുറവായിരിക്കും. മല്ലിപ്പൊടി അതുപോലെയുള്ള മുളക് പൊടി ഒന്നും ചേർക്കലില്ല. അപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് അല്പം മുളക് പൊടി ചേർത്ത് നമുക്കിത് തയ്യാറാക്കി വീട്ടിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. കൂടുതലും പച്ചരിയുടെ കൂടെ കഴിക്കാനാണ്, ബസുമതി അരിയുടെ കൂടെ കഴിക്കാനാണ് ഇത് ഏറെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൻകറി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി 2 കാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവാള, ഒരു 2-3 തക്കാളി, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്യണം. വളരെ നൈസായിട്ട് വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്താണ് സവാള, തക്കാളി, കാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞിട്ടില്ല കേട്ടോ. അതിനുശേഷം 2 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാലെടുക്കണം. 2 തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം പാല് ഒരു 1/2 ലിറ്റർ, അല്പം വെള്ളം ചേർത്തിട്ട് തന്നെ എടുത്തേക്കണം. 2-ാം പാലും പിന്നെ ഒരു 1/2 ലിറ്ററോളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീൻ, ഇത് 2 കിലോ ഉണ്ട്. ഇതിന് ഷാരി എന്ന് പറയും നാട്ടിൽ. ഞാൻ ഇത് കണ്ടിട്ടില്ല. ഗൾഫിലൊക്കെ ഉള്ളൊരു മീനാണ്, നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഇതിന് ഷാരി എന്ന് പറയുന്ന ഒരു മീനാണ്. അല്പം മധുരമുള്ളൊരു മീനാണ്. അപ്പോൾ ഏത് മീനും നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സവാള അരിഞ്ഞത് നമുക്ക് ആദ്യം വഴറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ സവാള വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ അറബിക് ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം സ്പൈസി ആയിരിക്കില്ല, അതുപോലെ തന്നെ എരിവ് തീരെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ നടു കീറി ചേർക്കാം. അതുപോലെ തന്നെ അല്പം മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറി ആയിരിക്കാം. വ്യത്യാസങ്ങളൊന്നുമില്ല, നമ്മുടെ മീൻ കറി പോലെ തന്നെയാണ്. എന്നിരുന്നാൽ കൂടി അല്പം പിന്നെ അതിൻ്റെ ടേസ്റ്റിൽ വളരെ വ്യത്യാസം വരുന്നുണ്ട് ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സവാള വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതുപോലെ തന്നെ കാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും കാണാതെ തന്നെ, കാപ്സിക്കത്തിൻ്റെ ഇതൊന്നും കാണാതെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് നമ്മളതിനെ വഴറ്റിയെടുക്കാം. അത് വഴന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അല്പം അതിൻ്റെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകം പൊടിച്ചത് ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അറബിക് മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ ക്യാപ്സിക്കം, തക്കാളി ഒക്കെ ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം, അപ്പോൾ ഉപ്പൊക്കെ ഇത് മുന്നേ തന്നെ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ഒന്നും കൂടി വഴന്ന് കിട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മസാല ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടി വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനെ ഒന്ന് വഴന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണ് ജീരകം പൊടിച്ചത്, അതുപോലെ 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് അറബിക് സ്പൈസസ് ആണ്, അറബിക് മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അറബിക് മസാലയ്ക്ക് പകരം നമുക്ക് മല്ലിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി ഞാനിവിടെ ഒരു 2 സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമുള്ളൊരു കാര്യമില്ല. അപ്പോൾ ഒരു 2 സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി, ഇത് സാധാരണ നമ്മുടെ ഈ വലിയ റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ പുഴുക്കല്ലരി ഒക്കെ നമ്മൾ വെക്കുന്നല്ലോ, മട്ട അരിയൊക്കെ വെച്ചിട്ട് നമ്മുടെ സാധാ റൈസിൻ്റെ കൂടെ ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റ് അല്ല. ഇത് ബസുമതി അരി, നല്ല ബസുമതി അരിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്, നല്ല ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2-ാം പാല്
ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത്, ഇപ്പോൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഞാനൊരു അര ലിറ്ററോളം കാണും, അര ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, മസാലകളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മീൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി ഓൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ മീൻ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചെമ്പല്ലി, കുട്ടൻ എന്നൊക്കെ പറയുന്ന ആ മീനിനോട്, കിളിമീനിനോടൊക്കെ ഒരു സാമ്യമുള്ള ഒരു മീനാണ്. വറുക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ ഒരല്പം മധുരമുള്ളൊരു മീനാണ്. ഇപ്പോൾ മീൻ വേവാൻ വേണ്ടിയിട്ട് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. അത് മീൻ വേവട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു തക്കാളി എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ നീക്കം ചെയ്തതിൻ്റെ ശേഷം ഇങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ കറി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മതി, നമുക്ക് പെട്ടെന്ന് മീൻ കറി റെഡി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളകും അതുപോലെ തന്നെ ആ തക്കാളിയും ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട്, അത് വേവാനൊന്നുമില്ല, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒന്നാം പാല്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാല്, അതും ഒരു അല്പം വെള്ളം ചേർത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നന്നായി കട്ടി വേണം എന്നുള്ളവർ അത് വെള്ളം ചേർക്കാതെ നമുക്ക് ഒന്നാം പാലായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തൻപാല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം ഇനി അതിലേക്ക് നമ്മൾ തവിയൊന്നും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കരുത്. അതിലേക്ക് കയ്യിൽ കരണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു മീനാണ്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് എടുത്താൽ മതി. അത് അല്പം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മീൻകറി തന്നെ ഒരല്പം തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അറബിക് ഫിഷ് കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സമക് സാലൂന എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമ്മുടെ ഏകദേശം ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫിഷ് മോളിയുടെ ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കേരള സ്റ്റൈലൊക്കെ ആക്കിയെടുക്കാം. പക്ഷേ ഇത് പച്ചരിച്ചോറ് അതുപോലെ തന്നെ പൊറോട്ട ഒക്കെ കഴിക്കാനൊക്കെ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ മുസ്തഫ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Every single day